അങ്ങോട്ട് ഏത് കുട്ടീനെ വിളിക്കണം അതൊക്കെ ഏത് കുട്ടീനെയാ വിളിച്ചേന്ന്? അമ്മൂട്ടിന്ന്. ആ അമ്മൂട്ടിയാണ് കോഴിക്കുട്ടിയാണെന്ന് എനിക്ക് കേട്ടില്ല. കോഴിക്കുട്ടി ദേശത്തിലാണ്, അതുകൊണ്ട് വേണ്ട. എന്നാ സോയിത്തിട്ടി കലിപ്പിലാണ്. എന്താ കാരണം? ഞാൻ കാരണം. അത് മനസ്സിലാക്കിയാണ്. എന്ത് മനസ്സിലാക്കാൻ? അവനോണ്ട് തെറ്റ് അവനോ മനസ്സിലാക്കാൻ തിരുത്തുക. ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല. പിന്നെ ഹസ്ബൻഡ് വൈഫെന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് വേണം. അല്ലാണ്ട് ഒരാൾക്ക് മാത്രമേ ഇങ്ങോട്ടുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് വേണം. അത് മനസ്സിലായി? അവിടെ കുറച്ചും ചിരിച്ചായിരുന്നോ? നിങ്ങൾക്ക് തോന്നിയില്ല? ചിരിച്ചായിരുന്നോ? സോഴിക്കുട്ടി തന്നെ ചീത്ത പറഞ്ഞു, അത് എനിക്ക് പെട്ടെന്ന് ഹട്ടായി. ചീത്ത പറഞ്ഞ കാരണം എന്താ? അല്ല, അമ്മ പിന്നെ ആര് ചീത്ത പറഞ്ഞാലും എന്തിനാ ചീത്ത പറയണത്? അപ്പൊ വിചാരിക്കണം, ഞാനത് ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച കാര്യം കഴിഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങ് മൂഡ് പോകും. എവിടെ പോണു? പിന്നെ നിനക്ക് മാത്രം മൂഡ്. സോഴിക്കുട്ടി കോംപ്രമൈസ് അല്ലേ? അങ്ങനെ നമുക്ക് എത്ര മൂഡ് ഓഫ് ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. മതി മതി പറ. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എന്താ പരിപാടി അമ്മേ? എന്താ പരിപാടി? നമുക്ക് ഉച്ചഞ്ഞ് കറങ്ങാൻ പോണം. എന്തിന്റെ എല്ലാം ഞായറാഴ്ച ഇടയ്ക്ക് പോണത്? ഞങ്ങള് ചുമ്മാ എവിടെ പോയിട്ട് വരട്ടെ. നിനക്ക് താല്പര്യമില്ല ഞങ്ങളോട് വരാൻ? ഞങ്ങൾ പോയി കറങ്ങിട്ട് വരട്ടെ. അതെ, നമുക്ക് ഇന്ന് രാവിലെ എനിക്ക് വൈകിയായി. രാവിലെ എനിക്കും വൈകിപ്പോയി. വൈകിപ്പോയി. 10 കൂടുതലായി. 11 രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇല്ല, ലഞ്ചിൽ ഒന്നും റെഡി ആയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ഉച്ചക്കൊക്കെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് കഴിക്കാം. പോത്ത് വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ, അപ്പൊ പോത്ത് പറയാം. നിന്റെ പോത്തേക്ക് അവിടെ പോത്തെന്ന് പറഞ്ഞേ. എന്താ കാണിക്കണേ? കഞ്ഞി വാർക്കട്ടേടാ. ഈ കഞ്ഞി വാർക്കണം നിങ്ങളുടെ മോളെ പഠിപ്പിച്ചു കൊടുത്ത്. നിങ്ങൾ എത്ര പേടിക്കണതിനെ? എനിക്ക് പേടിയൊക്കെയാണ്. എന്തിന്? പക്ഷെ ഇപ്പോഴാണെങ്കിലും മാർക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നും, എങ്ങാനും സ്ലിപ്പായി പോയോ. അത് നമ്മൾ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ചാൽ മതി. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഫോക്കസ് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല. ചില സമയത്ത് സ്ലിപ്പാവൂടാ. എപ്പോൾ നോക്കണം നിങ്ങളുടെ മോളെ എന്നെ വിളിക്കും, ആ വാട്ടിത്തരാൻ പറഞ്ഞോണ്ടിരിക്കും. അതൊന്നും പറഞ്ഞില്ല. വഴക്കുണ്ടായ സ്ഥിതിക്ക് അങ്ങനെ വഴക്കൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല ചെറിയ ഈ മഹാനായ മകനെ കുറിച്ച് എന്താണ് അഭിപ്രായം? തുറന്ന് പറഞ്ഞോ. നാട്ടിച്ചോ കുഴപ്പമൊന്നുമില്ല. വേണ്ട. അതന്നെ പറ. നമ്മുടെ വീട്ടിലുള്ള മോശം കാര്യങ്ങൾ പറയണ്ട, നല്ല കാര്യങ്ങൾ മാത്രം. നല്ല കാര്യം പറയരുത്. നിന്നെ പറ്റി നല്ല കാര്യമൊന്നുമില്ല. കേട്ടെ. മോശമില്ല, നമുക്ക് എന്താത്തോണ്ട് അത്രയും പറയാൻ പറ്റും. മോശം എന്താ? മോശം അങ്ങനെ ഒന്നും മോശമില്ലല്ലോ. എല്ലാവരിലും നല്ലത് ചീത്തയുണ്ട്, എല്ലാ ആൾക്കാരിലും. അതെവിടെ മാറ്റേ. അപ്പൊ നമ്മുടെ ഏലിക്കുട്ടി അമ്മയോടെ കിടക്കട്ടെ. അമ്മ സുഖമായിട്ട് വരട്ടെ. നീ ഉണ്ട് 2 മാസം 2 ദിവസം റെസ്റ്റ്. എലിക്കുട്ടിക്ക് അവിടെ കിടന്ന് മടുത്തു മൊത്തത്തില്. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും. അത് ശരിയാ. ഞാൻ അമ്മച്ചി ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാതെ വിചാരിച്ച് മറന്നുപോയി. ഏലുകുട്ടി അമ്മച്ചി ഇത് അടിച്ചു ഉണ്ടാക്കൂലേ, എന്താ രുചി. ഫസ്റ്റ് അമ്മ മസാല വറുത്തു, അത് കഴിഞ്ഞിട്ട് സവാള, തക്കാളി, പച്ചമുളക്. അതുപോലെ ചിക്കൻ വെച്ചതുണ്ട് കേട്ടോ, നമുക്ക് രസം ചിക്കൻ വെക്കാട്ടോ. എല്ലാം ഒരുമിച്ച് ഇടും. ഫസ്റ്റ് മസാല നന്നായിട്ട് എന്താ മൂപ്പിക്കും. കഴിഞ്ഞ സവാള, തക്കാളി എല്ലാം ഒരുമിച്ചിടും. അത് കഴിഞ്ഞിട്ട് വേവിച്ച് ബീഫ് ഇടും. നന്നായിട്ട് അമ്മ അന്ന് തന്നെ കുറേ നേരം വേവിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും. ഇതാവും, വെള്ളം ഒക്കെ വറ്റി പോകൂലേ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ എന്താ രുചിയുണ്ട്. പക്ഷെ നമ്മുടെ വേറെ ടേസ്റ്റ്, അമ്മ ഉണ്ടാക്കുന്ന വേറെ ടേസ്റ്റ്. അത് ഇനി നമുക്ക് രസം. ചിക്കനും അങ്ങനെ ഉണ്ടാക്കി നല്ല അടി. നമുക്ക് രസം ചിക്കൻ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. എന്താ ചിരിക്കണേ? അവിടെ ഇരുന്നിട്ട് ഭയങ്കര ചിരി ഉണ്ടല്ലോ. അമ്മ ഫോണ് പോയി. രാവിലെ വഴക്കുണ്ടാക്കിയെന്റെ എന്താ ചിരി? ഭയങ്കര സന്തോഷ ചിരി ഉണ്ടല്ലോ. സോറി.
എപ്പോഴും നമ്മള് അല്ല സോയിക്കുട്ടി പെട്ടെന്ന് എന്തോ ഒച്ചെടുത്തപ്പോ ഇവിടെ എന്തൊരു വെയിറ്റ് പോലെ അപ്പൊ എന്തോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒന്നുകൂടെ രണ്ടാമതിന് പിണക്കാം. അല്ല കൊച്ചു പിള്ളേരൊക്കെ ഇഷ്ടം. അങ്ങനെ പിണക്കല്ലോ. വേറെ സമയത്ത് ഒച്ചയിടൂലേ പിന്നെ. അല്ല ഇതെന്ത് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ഞാൻ എന്ത് ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ ഇതായിപ്പോയി, ഡൗൺ ആയിപ്പോയി. കുഴപ്പമില്ല. ഒറ്റ ഒച്ചയില് ഡൗൺ ആയി പോകും. ഒറ്റ എങ്ങനെയാണ് ഇപ്പൊ പണ്ടത്തെ പോലെ മനസ്സത്ര കട്ടിയില്ലല്ലോ. അപ്പൊ അമ്മയുടെയോ? അമ്മയ്ക്ക് 55 വയസ്സായി. അമ്മയുടെയോ? അമ്മയുടെ ഇപ്പൊ കല്ല് തന്നെയല്ലേ. പിന്നെ കല്ല്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മനസ്സിനും എപ്പോഴും കുടുംബങ്ങളിലാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് അയ്യോ എന്റെ മൂട് പോയി അതല്ല, പണ്ടത്തെ പോലെ മനസ്സിന് വലിയ കട്ടിയൊന്നുമില്ല. പെട്ടെന്ന് എന്തോ നിങ്ങളും പറയാല്ലേ പണ്ട് ഞാനിങ്ങനെ അല്ലായിരുന്നു. അറിയില്ല, ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ അപ്പ ഡൗൺ ആയി പോകും. എടാ നിങ്ങളൊരു കുടുംബമായിട്ട് മുൻപോട്ട് ജീവിക്കാനുള്ളതാ. അതെന്തത്? എന്റെ ഡൈ തയ്ക്കുന്ന കവറ്. ഇതെന്തിനാ? വെള്ളം അകത്ത് വയ്ക്കില്ല കേട്ടോ, തെന്നി വീടും കേട്ടാ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലല്ല മറ്റേ പറഞ്ഞേ, നേരെ നോക്കിട്ട് പറ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞേ. അവിടെ പറഞ്ഞേ ഹലോ. അകത്ത് വെള്ളം വയ്ക്കില്ല കേട്ടോ. പിന്നെ കൊച്ചൊക്കെ പല്ല് ഇത് പറയുന്നുണ്ടല്ലോ, അച്ഛനും അമ്മ നോക്കുന്നില്ലേ, അമ്മ ഒന്നും നോക്കുന്നില്ലേ, ഈ കൊച്ചൊക്കെ ഡാൻസ് മാത്രം കളിപ്പിക്കും അങ്ങനെ പറയുന്നുണ്ട്. ഡാൻസ് കളിക്കുന്ന കൊച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് അതല്ല, അങ്ങനെയാണ് ഈ പല്ല്. അങ്ങനെയാണെങ്കിൽ വേറെ നമ്മൾ നോക്കാതിട്ടാണ് താഴത്തെ പല്ലും കേടാവണം. ഇവിടെ താഴത്തെ പല്ലിന്റെ കുഴപ്പമില്ല. ആഴ്ചയോട് പറ, ആഴ്ചയോട്. ഡോക്ടർ കണ്ടായിരുന്നു. ഡോക്ടർ പിന്നെ എത്ര പ്രാവശ്യം കാണിച്ചു? ചില സമയത്ത് കാൽഷ്യം ഫുഡ് കഴിക്കുമ്പോൾ കാൽഷ്യം കുറവുണ്ട്, അതും തരണം. ജനിച്ചത് കാൽഷ്യം കുറവാ. പിന്നെ ഇതും കൊണ്ട് പറയണം, നമുക്ക് ഫീഡിങ് പാല് ഫീഡിങ് ചെയ്യില്ല. ആ സമയത്ത് പാല് ക്ലീൻ ചെയ്യണം. അപ്പൊ നമുക്ക് രാത്രി പിള്ളേരൊക്കെ അല്ലെ 2 മണി 3 മണി ആ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പറ്റും. നമുക്ക് ഉറക്കമുണ്ട്. മിഠായി കൊടുത്തിട്ടല്ല, മിഠായി കൊടുക്കണക്കാലം മുമ്പേ കൊച്ചിന്റെ പല്ല് ഇങ്ങനെ കേടായിരുന്നു. താഴത്തെ പല്ലിന് കുഴപ്പമില്ല, മേളിലത്തെ പല്ല് അപ്പൊ ഈ താഴെ മേടിക്കില്ല കേട്ടോ. ഈ തീറ്റ് പോയിട്ട് പുതിയ വരും. അപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷെ അമ്മമ്മ കൊറേ കമന്റ് അമ്മമ്മ. അല്ല, ആൾക്കാർ കണ്ടിട്ടില്ല. ആൾക്കാർ വിചാരം പല്ല് കേടാണ് മിഠായി വെച്ചിട്ടാണ്. എല്ലാവരും അങ്ങനെ പണ്ടോടി എല്ലാവരും ചെറുപ്പത്തില് മേലത്തെ പല്ല് മാത്രം കറുത്തുണ്ടായിരുന്നു. അപ്പൊ കണ്ട് ഗായ്സ്, അപ്പൊ DNA പ്രോബ്ലം ആണ്. കറുത്തുണ്ടായിരുന്നു മേലത്തെ മാത്രം. പിന്നെ പല്ല് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പോവില്ലേ. പിന്നെ പുതിയ വരുമ്പോ കണ്ടില്ലേ, ഒരു അകത്ത ഒരു പുറത്ത് ഹെഞ്ചാമ. ഇപ്പൊ പല്ല് ഇങ്ങനെ ആയി. ഞാൻ മസാല അപ്പൊ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ചോദിച്ചിട്ട് പ്രഗ്നന്റ് ആണോ ചോദിക്കുന്നു. അല്ല, കഴിച്ചിട്ട് പ്രഗ്നന്റ് ആയതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നിന്റെ വീഡിയോയില് വയറ് കാണുമ്പേ പ്രഗ്നന്റ് ഇല്ല. ഇത് ഭക്ഷണം ഇപ്പൊ കൂടുതൽ കഴിക്കുന്നുണ്ട്. ഭക്ഷണം എന്ത് ഭക്ഷണം? ഭക്ഷണം ഫുഡ്. ഭക്ഷണം ഭക്ഷണമല്ല, ഭക്ഷണം. ഈശ്വര, കറക്റ്റല്ലേ പറഞ്ഞത്? ഭക്ഷണമല്ല, ഭക്ഷണം. സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇതുണ്ട്, ചിരി വരും. ഞാൻ വീഡിയോ കാണുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഞാനൊക്കെ ചിരി വരും. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഞാൻ കളിയാക്കണമല്ല. അത് ഇപ്പൊ ആരായി വരും. ഞാൻ നേരത്തെ നല്ല സംസാരിക്കില്ല. പിന്നെ ഒന്ന് വെച്ചാൽ ഇവള് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ചിരി വരും. ഇവള് മലയാളം പഠിക്കുമല്ലേ, അപ്പൊ നമുക്ക് കൊച്ചു പിള്ളേർ പറയണ പോലെ കേൾക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുമ്പോ അത് ചിരിക്കണത്. അല്ലാണ്ട് കളിയാക്കണമല്ല കേട്ടാ. കളിയാക്കണേ പണ്ടേ സോയ്ക്ക് പോയേനെ ഇവിടുന്ന്. പിന്നെ ഒരു സന്തോഷമല്ലേ നമുക്ക്. ചില സമയത്ത് മൂഡ് ഓഫ് ഉണ്ടാവും കേട്ടോ. ഞാനും വേറെ ആൾക്കാർക്ക് ഇങ്ങനെ കാണുമ്പോ ഒരു കോമഡി ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോ നമുക്ക് എന്തെങ്കിലും വിഷമം, ടെൻഷൻ അത് നമുക്ക് മറന്നു പോവാം. അപ്പൊ ഈ വീഡിയോ കാണാൻ നമുക്ക് ചിരിക്കും. അങ്ങനെ ഞാനും വിചാരിച്ച് ഞാൻ വർത്തനം പറയും. ചില ആൾക്കാർക്ക് കുറച്ച് പേര് പറയുന്നുണ്ട്, ഇപ്പൊ എന്തെങ്കിലും മൂഡ് ഓഫോ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കൂട്ട് വീഡിയോ എടുത്ത് കാണും. അപ്പൊ എന്തെങ്കിലും പറയണേക്കൊന്നും രസമല്ലേ, അപ്പൊ അത് കേൾക്കുന്ന ആ ടൈം പോടെ അറിയില്ലാന്ന്. ചില സമയത്ത് ഞാൻ സ്വന്തം കേൾക്കും. ഞാൻ ചിരിച്ച് മടുത്തു. അന്നെ ഞാൻ പറഞ്ഞ ആന്റി പറയണു. കുറെ വർഷം നോക്കി ഞാൻ എപ്പോഴും നോക്കും. എനിക്ക് അറിയാൻ ചിരി വരുന്നത് ആ വീഡിയോ കാണുമ്പോ. ആന്റി ഫേമസ് ആയി. ആന്റി ആൾക്കാരെ എവിടെ പോലും ചോദിക്കുകയായിരുന്നു ആന്റി എന്തെയാണോ. അപ്പൊ ബൈ എൻ്റെ ശത്രു വന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ ശത്രു. ഞാൻ അടുത്ത വർഷം ജനിച്ചാണ്. നീ എൻ്റെ ഇഷ്ടമില്ല. ഇഷ്ടമില്ല. എപ്പോഴും റെഡി ആയിരിക്കും.
പിന്നെ എപ്പോഴും അടി നീയാണ് അങ്ങോട്ട് അടി ഉണ്ടാക്കണം. അവള് അതാ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് അടി ഉണ്ട്. നിനക്ക് അവളെ ഇഷ്ടമല്ല, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? ഇഷ്ടം ഒരു ഇവിടെ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് വിഷമം. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇടിക്കാലോ വെച്ചിട്ടേ ചെയ്യണത്. വെറുതെ ഇരിക്കുമ്പോ ഒരു ഇടിക്കാലോ. അപ്പൊ അതിന് അവള് സ്നേഹിച്ച് വർത്താനം പറയണേ. അമ്മ ഞാനിവിടെ എങ്ങനെ സ്നേഹിച്ച് വർത്താനം പറയണമെന്ന് പറഞ്ഞേ. അപ്പൊ സംസാരിക്കാറില്ല, പിന്നെ എങ്ങനെ സംസാരിക്കും? ഒച്ച പകളും ഇല്ലാണ്ട്. പിന്നെ ഉച്ചക്ക് രണ്ടുപേരും പേടിപ്പിക്കും. ഒരാള് ബാത്റൂം പോയി കഴിഞ്ഞാൽ ഒരാള് ഓടിക്കും. പിന്നെ അടുത്ത രണ്ടുപേരും അല്ല പേടിപ്പിക്കുന്നു പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ വിളിച്ചിരിക്കും. അവൾ പേടിപ്പിക്കും. ആ ഒരു വീഡിയോ ഉണ്ട്, ഞാനിവിടെ കൊറേ നേരം ഇല്ല. നീയും പേടിച്ചു ഒരു രസം. അപ്പു പേടിപ്പിക്കും, പക്ഷെ അപ്പു സ്വന്തം പേടിക്കും. ഇവിടെ സൗണ്ട് കേൾക്കുമ്പോ ഇവൾക്കറിയില്ല ഇവളുടെ സൗണ്ടിന്റെ പവർ. അതാണ് ഏറ്റവും പ്രശ്നം. അവൾക്കറിയില്ല, അവള് കേൾക്കുന്നില്ല, അവള് മൊത്തം സൗണ്ട് എടുക്കുക. അത്ര ഒരു കോമൺ കമന്റ് ഒന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പറയാനുണ്ടായിരുന്നു. എന്താണെന്നറിയോ, ഞാനേ നിന്നെ വിറ്റ് ജീവിക്കണാണെന്ന്. വിറ്റെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് ജീവിക്കണാണെന്ന്. അല്ലല്ല 1 സെക്കൻഡ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 7 വർഷമാണ്. അപ്പൊ നമ്മള് എപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? 3 വർഷം ആയിട്ടില്ല. നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നോ? ഇത് കൊറോണ കഴിഞ്ഞിട്ട് അമ്മ ശരിക്കും നമുക്ക് യൂട്യൂബ്, ഈ അമ്മയാണ് എന്നെ ചീത്തപ്പേര് എത്തിക്കണം. തൃപ്തിയായോ? അമ്മ എല്ലാവർക്കും ബ്ലോഗ് നോക്കും, ഞാൻ നോക്കാറുണ്ട്. ഇത് നോക്കും. അപ്പൊ അമ്മ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യി പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അത്ര മലയാളം അറിയത്തില്ല കേട്ടോ, കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അലീനെ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തു. പിന്നെ അലീന ഉണ്ടല്ലോ, നമ്മുടെ സിസ്റ്റർ കസിൻ സിസ്റ്റർ അവളും പറഞ്ഞു ഓപ്പൺ ചെയ്യി, നല്ലത് ചേച്ചി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വർത്തമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടും പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ഒരു ഫസ്റ്റ് ഇങ്ങനെ ബ്ലോഗ് കാര്യങ്ങൾ ഒന്നും ഇല്ല. നമ്മുടെ ഇത് മാത്രമല്ല ഗെയിംസ്, അങ്ങനെ ഗെയിംസ് കാര്യങ്ങൾ പഠിച്ച് ഒരു ദിവസം ഞാന് എലിക്കുട്ടി അമ്മച്ചി ചക്ക അടിച്ചല്ലേ എന്താ ഉണ്ടാക്കിയപ്പോ ആ ബ്ലോഗ് എടുത്തായിരുന്നു. അപ്പൊ ആ ബ്ലോഗ് അത്യാവശ്യം റീച്ചായി. അത് കാരണം നമുക്ക് തോന്നി സംസാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബ്ലോഗ് എടുത്താലും വിചാരിച്ചു, പിന്നെ ബ്ലോഗ് എടുത്തോ. പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഇത് എന്താ പറഞ്ഞു, എനിക്ക് വിറ്റിട്ട് കാശുണ്ട്, അങ്ങനെ ഒന്നുമില്ല. ഈ ലോകത്തില് പെണ്ണുങ്ങളുണ്ട്. അല്ലടാ, സ്പെഷ്യലായിട്ട് ഇതിപ്പോ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിന്നെ ഫോക്കസ് ചെയ്യാനാണ്. അതായത് നീ മലയാളം സംസാരിക്കണം, അതാണ് മനസ്സിലായി. ഏതൊരു വീഡിയോയിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും. അപ്പൊ ഇവളുടെ എന്ന് വെച്ചാൽ സംസാരം എടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ വേറെ ഇവള് പറയണത് നമ്മളപ്പോ റെക്കോർഡ് എടുക്കണമെന്നുള്ളൂ. ഇല്ല, യൂട്യൂബർമാർക്ക് എന്റെ മാത്രം എല്ലാ യൂട്യൂബർമാർക്കും നമുക്ക് ചില ആൾക്കാർക്ക് വർത്തം ഇഷ്ടപ്പെട്ടു, അട്രാക്ട് ആവും. അത് കാരണം നമുക്ക് നോക്കി ഇരിക്കുന്ന ഇഷ്ടം. ചില ആൾക്കാർക്ക് ഫുഡ് വ്ലോഗ് ഉണ്ടാവും. അപ്പൊ ഉണ്ടാക്കുന്ന രീതി നല്ല ഉണ്ടാവും. ചില ആൾക്കാർ നല്ല ആക്ടിങ് ചെയ്യും. ചില ആൾക്കാർക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് നമുക്ക് കാണാൻ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് വീഡിയോയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കാണ് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കറിയില്ല, സ്ക്രിപ്റ്റ് പാട്ടില്ല. പിന്നെ എന്റെ വീഡിയോയില് ഇതുണ്ടല്ലോ, എല്ലാ ഫാമിലി ഉണ്ടോ, നമ്മുടെ അമ്മ നമ്മുടെ എല്ലാ ഫാമിലി കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഞാൻ മാത്രം ഉണ്ട്, അപ്പു മാത്രമല്ല, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഉണ്ടാവും അമ്മേ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫാമിലിക്ക് എല്ലാവരും ഉണ്ടോ. പിന്നെ നമുക്ക് ഫാമിലി നല്ല ഇതുണ്ടല്ലോ, ചില സമയത്ത് വിഷമമുണ്ട്, ചില സമയത്ത് നല്ല നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവരും ഒരു ഇതിലുണ്ടല്ലേ അമ്മേ, സന്തോഷമായി. വിഷമമുണ്ടോ, പക്ഷെ നമുക്ക് മാക്സിമം ഇതായിട്ട് ജീവിക്കുന്നുണ്ടോ. അപ്പൊ അത് എന്താ പറയും, അങ്ങനെ നമുക്ക് എന്റെ വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ, എന്റെ വീഡിയോ മാത്രം പിടിച്ച് ഇല്ലന കുണ്ടി ഇല്ലന വേറെ അങ്ങനെയല്ലേ, അങ്ങനെ ആവണം. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് മാത്രം വീഡിയോ പിടിച്ച് അത് കാശ് അതൊന്നും തെറ്റുണ്ട്, അത് ചെയ്തിട്ട് കാശ്. പക്ഷെ ഇത് നമുക്ക് നോർമൽ ഫാമിലി അല്ലേ, ഫാമിലി വ്ലോഗ് അല്ലേ. ഇങ്ങനെ
എത്ര ആൾക്കാരുണ്ടോ കുണ്ടി ഷോ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ടോ? അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നുമില്ല. അവള് വിറ്റ് ജീവിക്കാന്ന് പറയുമ്പോ അവക്കും അതൊരു ഏണിങ്സ് ഉണ്ടല്ലോ. അവളുടെ അക്കൗണ്ടിൽ പൈസ വരുന്നു, അവക്കത് സന്തോഷം. അവൾക്ക് അപ്പൊ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പൊ നമ്മളില്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ജീവിച്ചോളൂ. പിന്നെ അതുകൊണ്ട് അതെ അതെ അതെ. യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്തോരം. പിന്നെ നമ്മളിപ്പോ ഇത് ഞങ്ങൾക്കറിയില്ല വീഡിയോ സ്വന്തമായിട്ട് പിടിക്കാനും അതൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ രാവിലെ ജോലിക്ക് പോകും, സോനാണെങ്കിലും സോനത്തിൻ്റെതായ പണികളുണ്ട്. അതിനിപ്പോ അങ്ങനെയൊന്നും കാണണ്ടല്ലോ. എനക്കിപ്പം ഈ യൂട്യൂബ് കാര്യങ്ങളിൽ നോക്കിട്ട് ഇരിക്കണം പറ്റില്ലല്ലോ. നമുക്ക് വീട്ടിലെ കാര്യം ഉണ്ടാകും, കൊച്ചുണ്ടോ, കൊച്ചൊക്കെ സ്കൂളിൽ വിടുന്നു മാറും പഠിപ്പിക്കണം, അങ്ങനെ നമുക്ക് വീട്ടിലും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ശരിക്കും വേറെ ആള് എല്ലാ യൂട്യൂബർമാർക്ക് എഡിറ്റിംഗിന് വേണ്ടി വേറെ ആളൊരു വെക്കും. ചില ആൾക്കാരൊക്കെ മാക്സിമം ആൾക്കാർക്ക് അങ്ങനെ ചെയ്യും. അപ്പൊ ഞന്റെ ഇതില് ചെയ്യുന്ന ആറില്ല. അമ്മ ജോലിക്ക് പോകും, പിന്നെ എൻസി കാര്യം കൊച്ചൊക്കെ നോക്കും. എൻ്റെ പിന്നെ അപ്പൂട്ട അടയ്ക്ക് ജോലിക്ക് പോകും. പിന്നെ എൻ്റെ ചെയ്യുന്ന ആരും ഇല്ലല്ലോ. ഞാൻ പഠിച്ചാൽ എനിക്ക് എഡിറ്റിങ് കുറച്ച് ചെയ്യുന്ന ആര്. പക്ഷെ വേറെ കുറെ ടാഗുകൾ കുറെ ഇതുണ്ട്. ഇതൊക്കെ ഉള്ളിൽ നമുക്ക് കുറെ ഇതുണ്ട്. അപ്പൊ ഇത് എല്ലാം നമുക്ക് ഫാമിലിക്ക് വേണ്ടിയുണ്ട്. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, ആ കാശ് അമ്മക്ക് മാത്രം വേണ്ടിയുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് ഫാമിലിക്ക് വേണ്ടിയുണ്ട്. ഞാനും ഉണ്ടാക്കാം, അമ്മ ഉണ്ടാക്കാം, അപ്പു ഉണ്ടാക്കാം. ഇത് നമുക്ക് എല്ലാ ഫാമിലിക്ക് വേണ്ടി സ്വന്തം അങ്ങനെയില്ല. ഞാൻ ഉണ്ടാക്കണം, എനിക്ക് അവളുണ്ടാക്കണം, അങ്ങനെ എല്ലാവർക്കും കൂടിയുള്ളതാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ അവളെ വിറ്റ് ജീവിക്കുന്നെന്ന്. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. ഇവളുടെ ഒരു പൈസ പോലും ഞാൻ ഇതിലൊന്നും എടുത്തിട്ടുമില്ല. എനിക്ക് എൻ്റെ ആയിട്ട് ജോലിയുണ്ട്, ഞാൻ അതിനാണ് സമ്പാദിക്കുന്നത്. പക്ഷേ ഇവള് സമ്പാദിക്കുന്ന പൈസ ഞാൻ ചോദിച്ചിട്ടില്ല, അത് അവൾക്കുള്ളതാണ്. എത്രയോ യൂട്യൂബർമാരുണ്ട് ഈ കേരളത്തിന്, എന്തോരം യൂട്യൂബർമാരുണ്ട്. അപ്പൊ ആ ആൾക്കാർക്ക് അങ്ങനെ പറയോ? ഈ ചില പെണ്ണുങ്ങൾ തന്നെ എനിക്ക് അത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. യൂട്യൂബ് നടത്തി അവരുടെ സ്വന്തം പൈസ കൊണ്ട് അവർ നല്ല വീട്, അവർ പറഞ്ഞ ഭർത്താവിന്റെ ഒരു പൈസ പോലും അവർക്ക് എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭർത്താവിനോട് ഇഷ്ടക്കുറവുകൊണ്ടല്ലോ കേട്ടോ. അവർ പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ പണിയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രൗഡ്, സന്തോഷം. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. അതല്ലാതെ കൊണ്ട് ഭർത്താവ് ജോലി ചെയ്ത് സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഭാര്യമാർ ഇഷ്ടംപോലെ ജോലി ചെയ്ത് അതൊന്നും നമ്മളൊരു ഇതായിട്ട് കാണേണ്ട കാര്യം. യൂട്യൂബർമാര് കുറെ ആൾക്കാർ എന്താ സ്ഥലം മേടിക്കും, വീട് ഉണ്ടാക്കുന്നു, വണ്ടി നല്ല കാര്യമല്ലേ. അത് എല്ലാവരും കഷ്ടപ്പെട്ടു. അത് ഭർത്താവിനൊരു സപ്പോർട്ട്, കുടുംബത്തിനൊരു സപ്പോർട്ട്. അതിപ്പോ അല്ലെങ്കിലും ഇപ്പൊ ഈ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കൾ എത്രയോ പേര് ജോലിക്ക് പോകുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാവരും ജോലിക്ക് പോയി എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനും കൊച്ചു വലുതായി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഈ സമയത്ത് ഈ യൂട്യൂബിൽ തന്നെ ഞാൻ ജോലിക്ക് പോകും. കാരണം നമുക്കും കാശ് വേണ്ടേ. അപ്പൊ അങ്ങനെ ഉണ്ട്. നമുക്ക് ഈ ഞാനും എനക്ക് മാത്രം വിറ്റിട്ട് കാശുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. എത്ര യൂട്യൂബർമാരും ഹസ്ബൻഡ് വൈഫ് എല്ലാരും ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ഫാമിലി ഇങ്ങനെ യൂട്യൂബ് ചാനൽ നടത്തുന്നു. എല്ലാരും ഇത് കാശ് ഉണ്ടാക്കുന്നു. എല്ലാവർക്കും ഓരോ കാര്യം നിർത്തിയിട്ട് അല്ലേ ഈ യൂട്യൂബ് ചാനല് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്കും ഇത് ചെയ്യുമ്പോൾ അത് എന്താ പ്രശ്നം, നമുക്ക് ഫാമിലിക്ക് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലെന്താ പറയുന്നു നമുക്ക് ഇത് ഇട്ടോട്ടെ. അതാണ് അമ്മയുടെ ഒരു കൈത്താങ്. അമ്മയുടെ ഒരു കൈത്താങ് അത് തന്നെ. ഇതെന്താ പറഞ്ഞത്? ഇത് 2 ബേബി ഉണ്ടല്ലോ. അല്ല ഇന്നലെ മറ്റേ ജുറാസിക് വേൾഡ് റീബർത്ത് കാണുമ്പോ പോലീസ് ബേബിനെ പിടിച്ചോണ്ട് വന്നത്. അത് എവിടെ പോയാലും ഉണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങള് ചുമക്കേണ്ടി വരും. ഈ ഇവിടെ പോകുമ്പോഴും കൊണ്ടുപോകും മിക്കവാറും മൂലൻസില്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവള് അവിടെ ചെല്ലുമ്പോൾ ഇവൾക്ക് വേറെ ടോയ്സ് അല്ലെങ്കിൽ മിഠായി ഒക്കെ ഉണ്ടായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബേബിനെ നമ്മൾ കിടക്കണം അല്ലടാ. മിഠായി മേടിക്കുന്ന സ്ഥലം ഇല്ലെന്ന് ടോയ്സ് മേടിക്കുന്ന സ്ഥലം കൊണ്ടുപോയി കാണുമ്പോ ടെൻഷൻ ആവും. കൊച്ചിന് ടെൻഷനായി എന്താ മേടിക്കണ്ടേ ഓടിച്ച് നടക്കും. അതെ സുന്ദരി സിനിമയൊക്കെ പോയില്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. ഡൈനോസേഴ്സ് അല്ലേ? അതിന്റെ പേര് പറ. ജുറാസിക് ഫിഷ് കണ്ടു, ബിഗ് ഫിഷ് കണ്ടു അല്ലേ? പിന്നെ പറയുന്നുണ്ട് രാവിലെ എന്താ സോയിക്കുട്ടി സഹായിക്കാത്തെന്ന്. സോന എഴുന്നേക്കാറുണ്ടല്ലോ. ഞാൻ എനിക്കും കൊച്ചൊക്കെ സ്കൂളിൽ സമയത്ത് ഇല്ലാത്ത ഞാൻ എനിക്കില്ല. ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഉറങ്ങും. അതിനിപ്പോ സഹായിക്കാൻ എന്താണ്, എനിക്ക് ആരോഗ്യമുണ്ട് ഇപ്പൊ. അല്ല രാവിലത്തെ പണി അമ്മയാണ് ചെയ്യണത്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ട് പോവും. ബാക്കിയുള്ള പണി സോയിക്കുട്ടി ചെയ്യണത്. ശനിയാഴ്ച ഞായറാഴ്ച
ഇവിടെ അങ്ങനെ പണി എന്തോരം പണി ചെയ്യുമ്പോ പറയും ചോദിക്കൂടി അതെ. എന്തോരം പണി ചെയ്യല്ലേ? വിലക്കാർക്ക് ഉണ്ടോ പറയും അതെ. അപ്പൊ പണി ചെയ്തില്ലും പിന്നെ ഞാൻ സഹായിക്കും അത് ശരിയല്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരാണോ എല്ലാരും ആ നോണ പറയണല്ലേ. എന്താണ് അപ്പൊ നമുക്ക് പാലക്കാട് പോകണമെന്നൊക്കെ നമുക്ക് ആരും ഉണ്ടായിരുന്നു. ഇനി ആ വഴിക്ക് പോകാൻ പറ്റില്ല. എന്താ നിപ്പ വൈറസ് കയറിയിട്ടുണ്ട്. നിപ്പ വൈറസ്. അതെ. ഓ കാലിക്കറ്റ് മലപ്പുറം പാലക്കാട്. സംഭവം. അപ്പൊ അതുകൊണ്ട് പണിയാണ്. ഞാൻ നമ്മളെ കൊണ്ടുവന്ന് വെച്ചിട്ട് പക്ഷെ ഇതായി 456 പേർക്ക് റിസ്ക് എടുത്ത് പോകണ്ട നമ്മള്. അതാണ്. അല്ല പറയാൻ പറ്റില്ല ഏത് വഴി തന്നെ നമുക്ക് എന്തായാലും പുറത്ത് വെള്ളം ഫുഡ് മേടിക്കേണ്ടി വരും. നല്ല വേണ്ട. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഈ പ്രശ്നം കൂടുതല 446 സമ്പർക്കം. ആ മഴ സമയത്ത് വന്നതാന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെ പറ്റി കൂടുതൽ. അപ്പൊ വേറെ എന്താ പറയുന്ന അമ്മേ? എന്തോ ഒന്നും പ്രത്യേകിച്ച് പറയാനല്ലേടാ. ഒന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ ദോശ എത്രയുണ്ടോ ഞാൻ എപ്പോഴും ഡയലോഗ് ഇന്നത്തെ ദോശ എത്രയുണ്ടോ പറയാം. അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഓർമ്മിച്ചുണ്ടോ. സത്യമാണ്. ബീഫ് കറിയും പിന്നെ അപ്പമും പിന്നെ ചോറും ശരി എല്ലാം ഒരുമിച്ച് കഴിക്കാം. എല്ലാം ഒരുമിച്ച് കഴിക്കാം. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിലെ കാണാം. അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ബീഫൊക്കെ റെസിപ്പി വേണം. ഈ ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ടേസ്റ്റ് ഇല്ല. അമ്മച്ചി ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ട്. അതൊക്കെ റെസിപ്പി ഉണ്ടോ. അപ്പൊ അത് നമുക്ക് താഴെ ഇതിലുണ്ട് കേട്ടോ. ലിങ്കില് തരാം കേട്ടോ. പിന്നെ നോക്കാം. അമ്മച്ചി ഉണ്ടാക്കി നല്ലതുണ്ട്. ബൈ ബൈ.